തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 66ാമത് വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ജിംഗിൾ ഗോൾഡ് ഫെയർസ് ഡിസംബർ 22 മുതൽ 27 വരെ. തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 66ാമത് വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും ലഗാസിറ്റ എന്ന പേരിൽ സംഘടിപ്പിച്ചു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, മാർത്തോമാ ശ്ലീഹയുടെ ഈ തിരുസന്നിധിയിൽ 66ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സ്കൂളിന് ഇനിയും ഉയരങ്ങളുടെ പടവുകൾ ചവിട്ടിക്കയറാനാകട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുക. കാസർഗോഡ് ജില്ല അനുഗ്രഹീതമായ ഒരു ജില്ലയാണ്. ഉത്തര മലബാറിന്റെ മൂല്യശോഭയും തുളുനാടിന്റെ സംസ്കൃതിയും സമഞ്ജസമായി സമന്വയിപ്പിക്കപ്പെട്ട ഒരു നാടാണ് കാസർഗോഡ്. ഇതൊരു സപ്തഭാഷാ സംഗമ ഭൂമിയാണ്. 44 നദികൾ കേരളത്തിന്റെ വരദാനമാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് 44 നദികൾ ഉത്ഭവിക്കുന്നതിൽ 12 നദികൾ നമ്മുടെ നാടിന്റെ സ്വന്തമാണ്. ചന്ദഗിരി പുഴയുണ്ട്, തേജസ്വിനി പുഴയുണ്ട്, പയസിനി പുഴയുണ്ട്, മധുവാഹിനി പുഴ അടക്കം 12ഓളം നദികൾ കാസർഗോഡിന് സ്വന്തം. ഒരുപാട് പ്രതിഭാധനന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു നാടാണ്. രാഷ്ട്രകവി ഗോവിന്ദ പയ്യെ, മഹാകവി കുട്ടമത്ത്, മഹാകവി P. കുഞ്ഞിരാമൻ നായർ, കിഞ്ഞണ്ണറി, T.A. ഉബൈദ്, T.S. തിരുമുമ്പ് അടക്കം എത്രയെത്ര മഹാരഥന്മാർക്ക് ജന്മം നൽകിയ ഒരു മണ്ണാണ്. സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ മാണി മേൽവട്ടം അധ്യക്ഷത വഹിച്ചു. 1949 എന്ന് പറഞ്ഞാൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 2 വർഷങ്ങൾക്ക് ശേഷം ആരംഭിച്ച LP സ്കൂൾ. പിന്നെ 1998 അത് ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തപ്പെട്ട് വിദ്യാഭ്യാസത്തിൻ്റെ പദത്തിൽ മനോഹരമായിട്ടുള്ള ചരിത്രം എഴുതി ചേർത്ത ഈ സെയിൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ മാർത്തോമാ ശ്ലീഹായുടെ പേരിൽ അറിയപ്പെടുന്ന ഈ ഹയർ സെക്കൻഡറി സ്കൂൾ നിങ്ങൾ ഓർത്ത് നോക്കുക. എത്രയോ ശ്രേഷ്ഠരായ പൗരന്മാരെ സമൂഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. അതാണ് ഈ അഭിമാന നിമിഷങ്ങളിൽ ആദ്യമായിട്ട് നമ്മൾ അനുസ്മരിക്കുന്നത്. ഈ വിദ്യാക്ഷേത്രത്തിൻ്റെ മനോഹരമായിട്ടുള്ള സേവന പഥങ്ങളാണ്. തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഡോക്ടർ സോണി വാഴപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണവും വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കലും നിർവഹിച്ചു. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകുമ്പോഴും ആരോഗ്യം സുരക്ഷിതമാകുമ്പോഴുമാണ് അവരുടെ ശുശ്രൂഷകൾ ഭംഗിയായിട്ട് നിർവഹിക്കുക. എന്നാൽ അധ്യാപനവും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വവും അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ ആഴ്ന്നിറങ്ങിയ ശുശ്രൂഷയായതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസം വരെ ഈ സ്കൂളും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളുമെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ആർക്കൈവിസ്റ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ വിനോദ് കുമാർ AK മുഖ്യപ്രഭാഷണം നടത്തി. കാസർഗോഡ് ജില്ലയിലെ തന്നെ 1ാം സ്ഥാനത്തേക്ക് കടന്നു പോകുന്ന വേളയിൽ ഇതുപോലെ ഒരു വാർഷികം നടത്തുക എന്ന് പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ പങ്കെടുക്കുവാൻ വേണ്ടി നമ്മൾ വളരെ നല്ലൊരു മെഗാ ഡ്രാമ തന്നെയാണ് ഇന്ന് ഈ പൊതുസമ്മേളനത്തിന് ശേഷം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്കൂളിലെ കുട്ടികൾക്ക് ഇതുപോലുള്ള അവസരങ്ങൾ കൊടുക്കുകയും നമ്മുടെ ഇടയിൽ നിന്ന് ഇപ്പോൾ സേവനം കഴിഞ്ഞു പോകുന്ന അധ്യാപകരെ അനുസ്മരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുക. പ്രിൻസിപ്പൽ സിജോം സി ജോയ്, സീന എബ്രഹാം P, ലിനി മാത്യു VC, പുഷ്പണി സിറിയക് ജോൺ, കെന്നഡി P എന്നിവർക്കാണ് സ്കൂൾ സമൂഹത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകിയത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം,
വെസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി തുടങ്ങിയ ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ബിജു തോമസ് സ്വാഗതവും ഹെഡ്മാസ്റ്റർ ജസ്റ്റിൻ മാത്യു നന്ദിയും രേഖപ്പെടുത്തി. സമ്മേളനത്തിന് ശേഷം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ദി ഏഞ്ചൽ ബഡി എന്ന സംഗീത നാടക വിരുന്നും വിവിധ കലാപരിപാടികളും അരങ്ങേറി. പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ജിംഗിൾ ഗോൾഡ് ഫെയർസ്. ഡിസംബർ 22 മുതൽ 27 വരെ 1 പവൻ സ്വർണ്ണാഭരണമോ 35,000 രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങളോ പർച്ചേസ് ചെയ്യൂ. സ്വർണ്ണ നാണയം സമ്മാനമായി നേടൂ. പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.